നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. ക്രിസ്മസ് ഒക്കെ അടുക്കാറായി, അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീടുകളിൽ നക്ഷത്രമൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടാകും അല്ലേ? നമ്മൾ ഈ നക്ഷത്രം പുറത്തുനിന്ന് കുറച്ചധികം വില കൊടുത്തൊക്കെ ആയിരിക്കും വാങ്ങി ഉപയോഗിക്കാറ്. എന്നാൽ നമുക്ക് ഈ നക്ഷത്രം വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് കളർ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു നക്ഷത്രം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്ന് പരിചയപ്പെടുത്താനാണ്. അപ്പൊ എങ്ങനെയാണ് ഈ നക്ഷത്രം തയ്യാറാക്കുക എന്നറിയാനായിട്ട് വീഡിയോ കാണാം. കളർഫുൾ നക്ഷത്രം തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് കത്രിക, കളർഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സ്, അതുപോലെ തന്നെ പേന, പശ എന്നിവയാണ്. ഇനി തയ്യാറാക്കാനായിട്ട് ഈ ഒരു പേപ്പർ എടുത്ത് രണ്ടായിട്ട് മടക്കുക. ഇതിന്റെ രണ്ട് സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നിവർത്താം. ഇതിന്റെ നടുക്കുള്ള ഭാഗത്തേക്ക് നമുക്ക് ഒരു സൈഡ് മടക്കി കൊടുക്കണം. ഇതുപോലെയാണ് മടക്കി കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ട് സൈഡിലായിട്ടും ഈ മടക്കിയതിന്റെ പുറത്തായിട്ട് ഓരോ സെന്റിമീറ്റർ വീതം അളന്നെടുക്കണം. ഇവിടെ നമ്മൾ അളന്നെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതുപോലെ അളവെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1 സെന്റിമീറ്ററിന്റെ അകത്തായിട്ട് പശ തേച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് അടുത്ത സൈഡ് ഇതുപോലെ മടക്കി നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 4 കോർണറിലും 2 സെന്റിമീറ്റർ അളന്നെടുക്കണം. ഇവിടെ അളന്നെടുത്തിട്ടുണ്ട്. ഈ അളന്നെടുത്ത ഭാഗം നമുക്ക് നീളത്തിൽ ഇതുപോലെ മടക്കിയെടുക്കണം. ഇതുപോലെ കട്ടിയുള്ള പേപ്പറോ അല്ലെങ്കിൽ സ്കെയിലോ ഉപയോഗിച്ച് മടക്കാം. അപ്പോൾ 2 സൈഡും മടക്കിയെടുത്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് ഏതെങ്കിലും ഒരു സൈഡ് എടുത്ത് 1 സെന്റിമീറ്റർ അളവ് രേഖപ്പെടുത്തി എടുക്കുക. ഇവിടെ 1 സെന്റിമീറ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ ഭാഗം നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അറ്റത്തുള്ള 2 സൈഡും ഇതുപോലെ മുറിച്ചു മാറ്റണം. ഇവിടെ നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒട്ടിച്ച ഭാഗമാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലുള്ള ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കത്രിക ഉപയോഗിച്ച് മുറിച്ച് മാറ്റാം. ഇനി നമ്മൾ ആദ്യം മടക്കി വെച്ച 2 സെന്റിമീറ്റർ അളവിൽ 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. നടുക്കത്തെ ഭാഗം നമുക്ക് താഴ്ന്നു കിട്ടണം. ഇനി ഇത് താഴേക്ക് ആക്കി കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെയാണ് നമുക്ക് 2 സൈഡും കിട്ടുക. അപ്പൊ നമ്മൾ 2 സൈഡും അതുപോലെ മടക്കി എടുത്തു. ഇനി മുകളിലുള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലെ പശ തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മടക്കി ഒട്ടിക്കാം. അപ്പൊ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഒരു കവർ പോലെയാണ് ഈ പേപ്പർ ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഇനി തുറന്ന ഭാഗം താഴെയും അതുപോലെ അടച്ചെടുത്ത ഭാഗം മുകളിലുമായിട്ട് വരത്തക്ക രീതിയിൽ പിടിക്കുക. ഇനി നമുക്കിതില് വെട്ടിയെടുക്കാനുള്ള ചിത്രം വരച്ചെടുക്കാം. ഒരു വലിയ ത്രികോണവും അതിന് താഴെ ഒരു ചെറിയ ത്രികോണവും പിന്നെ ഒരു ചെറിയ നക്ഷത്രത്തിന്റെ പകുതി പോലെ വരുന്ന ഭാഗവും പിന്നെ മുകളിലത്തെ ഭാഗം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും താഴെയായിട്ട് ഇതുപോലെ ഒരു വരയും വരച്ചു കൊടുക്കാം. ഈ വരച്ച ഭാഗം ഇതുപോലെ കത്രിക ഉപയോഗിച്ച് വെട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. അടുത്ത പേപ്പറിലും ഇതുപോലെ തന്നെ പടം വരച്ച് വെട്ടിയെടുക്കണം. അപ്പോൾ വേറൊരു കളറിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇത് വരച്ചെടുത്ത് കഴിഞ്ഞു. ഇത് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. 2 പേപ്പറും ഇതുപോലെ വെട്ടിയെടുത്തു. നമുക്കിനി ഈ സൈഡ് പോലെ തന്നെ അടുത്ത സൈഡും വെട്ടിയെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമുക്കിത് പരസ്പരം ഇതുപോലെ വെച്ച് അളന്ന് വരച്ചെടുത്ത് വെട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറേ അധികം പേപ്പേഴ്സ് വേണം. അപ്പോൾ ഞാനിവിടെ കുറേ അധികം പേപ്പറുകൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ നിറങ്ങളിലാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി പശ വെച്ച് യോജിപ്പിക്കണം. അതിനായിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ പശ തേച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു പേപ്പർ ഇതുപോലെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് പശ തേച്ച് അടുത്തതും വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോന്നും ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. വ്യത്യസ്തമായ കളറുകളിലാണ് അടുപ്പിച്ചടുപ്പിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഓരോരോ നിറവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിവിടെ എല്ലാം പശ വെച്ച് ഒട്ടിച്ചു. ഇത് വിടർത്തി കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടുക. നല്ല ഒരു സ്റ്റാറിൻ്റെ ആകൃതിയിൽ ഇത് വരും. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാറായിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മളിത് നന്നായിട്ട് വെട്ടിയെടുത്തത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുമുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്തുള്ള 2 സൈഡിലും പശ തേച്ച് വെച്ചതിന് ശേഷം ഇത് കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു സൂചിയും നൂലും വെച്ച് ഇതുപോലെ തുളച്ചതിന് ശേഷം നമുക്ക് നൂല് കോർത്തിടാം. ഇത് നമുക്ക് തൂക്കിയിടാനൊക്കെ ആയിട്ട് സഹായകമാകും.
കണ്ടില്ലേ എത്ര എളുപ്പത്തിനാണ് നമ്മൾ ഒരു നക്ഷത്രം തയ്യാറാക്കിയതെന്ന്. അപ്പോൾ സാധാരണ കളർ പേപ്പർ ഉപയോഗിച്ചാണ് നമ്മൾ തയ്യാറാക്കിയത്. ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇതിന് നടുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ കൂടി വെച്ച് കൊടുക്കാം. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഫ്ലവർ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി, വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ നക്ഷത്രം തയ്യാറാക്കി കഴിഞ്ഞു. ഇതിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റൊക്കെ ചെയ്ത് വീട്ടിൽ തൂക്കിയിടാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാറാണിത്. അപ്പോൾ പുറത്തുനിന്ന് അധികമായിട്ടുള്ള കാശൊന്നും കൊടുത്ത് വേറെ നക്ഷത്രമൊന്നും വാങ്ങി ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.